എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ആ എന്താ പെട്ടെന്ന് വായിക്കേ. ഒരു പെണ്ണിനെ സംബന്ധിക്കുന്ന രഹസ്യം പറയൂ. അത് കേട്ട് നിങ്ങളാരും നെറ്റരുത്. പ്രമുഖ നടി കാറിൽ ആക്രമിക്കപ്പെട്ടതിന് സമാനമായ ദുരന്തത്തിന് താനും ഇരയായെന്ന നടി പാർവതി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതങ്ങനെ മനസ്സിലാവാനാ? ഇടക്കൊക്കെ പത്രം വായിക്കണേ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ലൈംഗികമായി പീഡിപ്പിച്ചത് സിനിമയിലെ സഹപ്രവർത്തകർ തന്നെയാണെന്നും പാർവതി പറഞ്ഞു. ആരാണത്? ആരെയും ശിക്ഷിക്കാനല്ല, ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകാനാണ് ഇക്കാര്യം തുറന്നു പറയുന്നത് എന്നും പാർവതി ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് പ്രസിഡന്റ്. സാഹചര്യമാണ് അവനെ വഷളാക്കുന്നത്. പക്ഷേ ഇത് ചീപ്പായി പോയി, ചീറ്റിംഗ് ആയി പോയി. പ്രതികരിക്കൂ പെങ്ങളെ, പ്രതികരിക്കൂ. I couldn't imagine it because എനിക്കറിയാം what it feels like to be helpless in such a situation. പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. താൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം തുറന്നു പറയടോ. ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. എന്നിട്ട് എന്തായാലും ഇത് വലിയൊരു അക്രമമായി പോയി. To call out for help and not understand what's happening and നമ്മുടെ ദേഹം ഈ ദേഹം ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുക. എന്നാലും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. And those people who did that, they are the criminals. But I'm not a victim there. I came out of that because I can talk about it. ആ കേട്ടതിനേക്കാൾ വൃത്തികേടാ. എന്താവും അറിയില്ല. ആ പെണ്ണിനെ അയാൾ മുറി കയറ്റി. ഇവൻ മഹാ തെണ്ടി തന്നെ. സഹപ്രവർത്തകരിൽ നിന്ന് തന്നെയാണ് ലൈംഗിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നതെന്നും പാർവതി പറഞ്ഞു. ഒരു സുന്ദരി പ്രാവ്. ഓടാ ബ്ലഡി ഫൂൾ ഇഡിയറ്റ്. കുറച്ചൊക്കെ സംസ്കാരം വേണോടാ. Have I been sexually harassed by my colleagues? Yeah, I have. ഇപ്പൊ മനസ്സിലായോ ഓരോരുത്തന്മാരുടെ തനിനിറം? But I'm not saying that to അവരെ ഇത് ചെയ്യാനോ കാര്യങ്ങളോ അല്ല. I'm saying that because ഇത് റെഗുലർ ആയിട്ട് നടക്കുന്ന സംഭവമാണ് കേട്ടോ. എല്ലാം പറഞ്ഞല്ലേ? അത് അച്ഛനമ്മയെ നിർബന്ധിച്ചപ്പോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.